ഹായ് ഫ്രണ്ട്സ്, മല്ലൂസ്വുഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യമായി ഞാൻ 4 മീഡിയം സൈസ് സവോള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി അരിഞ്ഞത്, തേങ്ങ ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 പിഞ്ച് പെരിഞ്ചീരകം, 2 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം തക്കോലം, 1 ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതിനാവശ്യമായ മസാലകൾ: 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, കറിയുടെ ആവശ്യത്തിനായ എണ്ണയും ഉപ്പും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ബീഫ് കറി വെക്കുവാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ കുക്കർ നന്നായി ചൂടായതിനു ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള കറുവപ്പട്ടയും തക്കോലവും പെരിഞ്ചീരകവും ഗ്രാമ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ചൂടായതിലേക്ക് നമുക്ക് ഈ കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് തന്നെ വഴന്നു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഈ വഴന്നു വരുന്ന സവോളയിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി സവോള നന്നായി വഴന്നു വരുന്നിടം വരേക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഈ സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയും കൂടെ വെന്ത് വരാൻ വേണ്ടി നമുക്ക് ഈ പാത്രം 2 മിനിറ്റ് അടച്ചു വേവിക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് സവോളയിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ 2 മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലകളെല്ലാം ബീഫിൽ നന്നായി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേകുവാൻ ആവശ്യമായ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ 7 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. ഈ കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷമാണ് ഞാനിവിടെ കുക്കർ തുറന്നിട്ടുള്ളത്. വീണ്ടും ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒന്നും കൂടെ ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായി ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകളിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തുകൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ തേങ്ങാക്കൊത്തുകളൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഈ കറിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കറിയുടെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നല്ല രുചിയുള്ള ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു.